നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വിഷുഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓരോ രാശിയിൽപ്പെട്ടവർക്കും ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് വിഷു തൊട്ടാണ്. അതായത് സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്തെ ആസ്പദമാക്കി ഓരോ രാശിയിലുള്ളവർക്കും എങ്ങനെ അവർക്ക് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിതം നയിക്കാൻ വേണ്ടി മഹർഷിവര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ് ഈ ശാസ്ത്രം. ഇപ്പോൾ 1199 ആണ്ട് മേടമാസം 1 തീയതി തൊട്ട് 1200 ആണ്ട് മേടമാസം വരെ വരുന്ന മീനമാസം 30 തീയതി വരെ വരുന്ന ഫലമാണ് നമുക്ക് വിഷുഫലം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് വിഷുഫലം എങ്ങനെയാണ്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത്. ഇന്ന് നമുക്ക് കർക്കിടക രാശിക്കാരുടെ ഫലത്തിലേക്ക് പ്രവേശിക്കാം. കർക്കിടക രാശി ഓരോ രാശിയിൽ 2.25 നക്ഷത്രം വീതം അടങ്ങുന്നതാണ് ഒരു രാശി. കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങൾ, അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങൾ പൂർണ്ണമാണ്. പുണർതത്തിൻ്റെ കാൽഭാഗവും ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്നത്. കർക്കിടക രാശിക്കാർക്ക് ഈ പുതുവർഷം, അതായത് 2024 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് 25 ഏപ്രിൽ മാസം 13 തീയതി വരുന്ന ഒരു വർഷക്കാലം വളരെ ഭാഗ്യദായകമായ അവസ്ഥയെ കൊടുക്കും. കർക്കിടക രാശിക്കാർക്ക് അഷ്ടമശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും പ്രകൃതിയിൽ വ്യാഴം സഞ്ചരിച്ചെത്തുന്നത് 11ലാണ്. 11ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യദായകമായ വർഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യാഴന് ഏറ്റവും സ്ഥാനബലമുള്ള സ്ഥലമാണ് 11. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ വ്യാഴം 11ലേക്ക് വരികയുള്ളൂ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ വ്യാഴം 11 വരണമെങ്കിൽ നിങ്ങൾ 12 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ വ്യാഴഭഗവാൻ 11ലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ അഷ്ടമശനിയൊക്കെ ഉണ്ട്. അഷ്ടമശനി കുറച്ച് കഷ്ടനഷ്ടങ്ങളെയൊക്കെ വരുത്തുക, ശനിയുടെ പ്രത്യേകതയുണ്ട്. എങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം 11ലേക്ക് വരുന്ന വ്യാഴം സമ്പത്ത് ഇത്രയും പുരോഗതിയെ തരുന്ന ഒരു സമയമല്ല. സാമ്പത്തികമായി ഏറ്റവും നേട്ടത്തെ കൊടുക്കുന്ന സമയമാണ് 11 വ്യാഴം വരുന്ന സമയം. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പുരോഗതി ഉണ്ടാവും. ഊഹ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ ലോട്ടറി ബിസിനസ്സുകാർ, ലോട്ടറി എടുക്കുന്നവർ, ഇങ്ങനെ ലോട്ടറി പരീക്ഷ നടത്തുന്നവർക്ക് ഒക്കെ ഈ വർഷം അനുകൂലപ്രദമാണ്. അപ്പോൾ സാമ്പത്തികമായി നമ്മൾ വല്ല ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നവർക്ക് ധൈര്യമായി ബിസിനസ്സിന് ഇറങ്ങാം. അതുപോലെ നമുക്ക് കിട്ടാനുള്ള പൈസയൊക്കെ ബ്ലോക്കായി കിടക്കുന്നവർ നമ്മൾ ഇറങ്ങുക, ധനനേട്ടം ഉണ്ടാവും. പ്രമോഷൻ കിട്ടാതിരിക്കുന്നവർക്ക് അതിന് വേണ്ടി ട്രൈ ചെയ്യുക, പ്രമോഷൻ കിട്ടും. ഇങ്ങനെ സാമ്പത്തികമായി നമുക്കും കുടുംബത്തിനകത്തും ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് 11 വ്യാഴം വന്നിരിക്കുന്ന സമയം. അതുകൊണ്ട് ധൈര്യമായിട്ട് സമയത്തെ
വിനിയോഗിക്കണം. ഈ ഒരു വർഷം കളയരുത്. കാരണം നമുക്കിതുപോലെ ഒരു വർഷം കിട്ടണമെങ്കിൽ ഇനി നമ്മൾ 11 വർഷക്കാലങ്ങളിൽ 12 വർഷവും കൂടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് അത്രയ്ക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 11ാം വേഴത്തിൽ നിൽക്കുന്ന കർക്കിടക രാശിക്കാർ അറച്ചു നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളുക. വിജയസാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ ചാനലിൽ നിത്യജ്യോതിഷം, ഇന്നത്തെ നിങ്ങളുടെ ഫലം, ഓരോ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട ദിവസം, ഇന്നത്തെ ദിവസം എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഇന്നത്തെ ഫലമായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ്. കാരണം ഇന്നത്തെ ദിവസം നമുക്കൊരു കാര്യം ചെയ്യാൻ കൊള്ളാമോ, അല്ലെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണമെങ്കിൽ എപ്പോൾ ചെയ്യാം എന്നുള്ളതിനെയൊക്കെ ആസ്പദമാക്കി നമ്മൾ അന്നത്തെ മുഹൂർത്തവും കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിനൊപ്പം തന്നെ യൂട്യൂബിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ മാസത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്നാണ് എന്ന് പലപ്പോഴും അറിയില്ല. 1 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ലൈവ്. അപ്പോൾ ആ ലൈവിലൂടെ നിങ്ങൾക്ക് അപ്പോഴും വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പലരും ആ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിളിച്ചിട്ട് എന്നായിരിക്കും ഇനി അടുത്ത് ലൈവ് വരണം, എനിക്ക് ലൈവ് മിസ് ചെയ്ത് പോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ കർക്കിടക രാശിക്കാർക്കും ഈ ചാനൽ ഗുണപ്രദമായി, അതായത് ഈ വർഷം ഗുണപ്രദമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഉഴപ്പാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.